ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്കൊരു പുസ്തകം കാണാം. രോഗികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. രോഗികളുടെ നാഥൻ എന്നാണ് ഇതിൻ്റെ പേരിത്. സേവ്യർ ഖാൻ വട്ടായിലച്ചൻ അട്ടപ്പാടിയിലെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതാണ് ഈ പുസ്തകം. അവിടുന്ന് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉണ്ട് ഇതിനകത്ത്. ഇതിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പുസ്തകം മുഴുവൻ. ഇതിനകത്ത് ഒരുപാട് ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും പിന്നെ അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കുറേ വചനങ്ങളുണ്ട്. രോഗികളുടെ അസുഖം മാറാൻ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന വചനങ്ങൾ. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20 ഇങ്ങനെ തുടങ്ങി ഒത്തിരി സൗഖ്യദായകമായ വചനങ്ങളുണ്ട്. പിന്നെ രോഗികളെ സൗഖ്യമാക്കാൻ രോഗശക്തികളെ നിർവീര്യമാക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഒത്തിരി നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്. എല്ലാ രോഗങ്ങളെയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ പുസ്തകം നല്ല ഒരു പുസ്തകമാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിലെ ഈശോയുടെ തിരുമുഖം, വേദനിക്കുന്ന പീഡ അനുഭവിക്കുന്ന ഈശോയുടെ തിരുമുഖം, ഈ മുഖത്തിലെ പീഡകളോട് ചേർത്ത് വച്ച് സ്വർഗസ്ഥ പിതാവിനോട് നമുക്ക് സ്നേഹപൂർവ്വം യാചിക്കാം. നമ്മുടെ വേദനകളും രോഗങ്ങളും ഏറ്റെടുക്കണേ ഈശോയെ, ഞങ്ങൾക്ക് സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും സൗഖ്യം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.